let A greater than or equal to 0 and B greater than or equal to 0, then A strictly less than B if and only if A square strictly less than B square if and only if root A less than root B. A less than B if and only if A and B non-negative ആണെങ്കിൽ മാത്രമാണ് A and B non-negative ആണെങ്കിൽ അത് നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ A less than B ആണെങ്കിൽ A square strictly less than B square ആയിരിക്കും root A strictly less than root B ആയിരിക്കും. അപ്പോ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മളൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യുന്ന കേസ് നമ്മൾ രണ്ട് ഇവിടെ തന്നിരിക്കുന്നതിലേക്ക് നോക്കുക. A greater than or equal to 0. A greater than or equal to 0 എന്ന് പറഞ്ഞാല് ട്രൈക്കോട്ടമി പ്രോപ്പർട്ടി പ്രകാരം either A equal to 0 or A strictly greater than, ഇത് രണ്ടും ഒന്നിച്ച് നടക്കുമല്ലോ. എന്റെ വാല്യൂ ഒന്നുകിൽ either A is strictly positive or A is 0. അപ്പൊ നമ്മൾ രണ്ട് കേസ് ആയിട്ട് ചെയ്യാം. ആദ്യത്തെ കേസ് A equal to 0. A equal to 0 എന്നുള്ള കേസിൽ എങ്ങനെ വരാം? A equal to 0 എന്നുള്ള കേസിൽ റിസൾട്ട് ഒബ്വിയസ് ആയിരിക്കും. കാരണം നമ്മൾ ആദ്യം ഈ ഭാഗം മാത്രമാണ് പ്രൂവ് ചെയ്യാൻ നോക്കുന്നത്. ആദ്യം നമ്മൾ ഈ ഭാഗമാണ് പ്രൂവ് ചെയ്യുന്നത്. അല്ല മറ്റേ കേസ് നമുക്ക് പെട്ടെന്ന് ഒബ്വിയസ് ആയിട്ട് പറയാൻ പറ്റും. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കുക. ഈ ഭാഗമാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അതിന് ആദ്യം A greater than or equal to 0 A0 എന്നുള്ള കേസ് A0 എന്നുള്ള കേസ് എടുത്താല് ഇനി ലെഫ്റ്റ് സൈഡ് എന്താവും? A equal to 0 എടുത്താൽ ഈ ഭാഗം എന്താവും? 0 strictly less than B. 0 strictly less than B means B is greater than 0. B is greater than 0 means B square is greater than 0. Why? കഴിഞ്ഞ റിസൾട്ടിൽ നമ്മൾ പറഞ്ഞാണ് B ഏത് റിയൽ നമ്പർ ആണെങ്കിലും അതിന്റെ സ്ക്വയർ പോസിറ്റീവ് ആണ്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാം B greater than 0, B greater than 0 implies B into B greater than 0 or B square greater than 0. Anyway, B greater than 0 implies B square greater than 0. Now, ഇപ്പൊ നമുക്ക് കിട്ടിയത് B എന്ന് പറഞ്ഞ 0 എന്ന് പറഞ്ഞ A ആണ്. That implies, so therefore A less than B implies B square greater than 0 എന്ന് പറഞ്ഞാൽ A square കൂടിയാണ്. A square less than B square അല്ലെ? കാരണം A square ഇതൊക്കെ ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ A squareന്റെ വാല്യൂ ആണ് 0 equal to A square. A 0 ആണെങ്കിൽ A square എന്താണ്? 0 ആണ്. സോ അപ്പൊ A equal to 0 ആകുമ്പോൾ റിസൾട്ട് നമുക്ക് എന്താ കിട്ടി? A less than B implies A square less than B square. A less than B ആണെങ്കിൽ ശരിയാണെങ്കിൽ A square less than B square ശരിയാണെന്നും തിരിച്ചുമാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോ എന്താ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോ നമ്മൾ ആദ്യം നമ്മൾ തുടങ്ങുക എവിടെ? നമുക്ക് എനെ കുറിച്ചും ബിനെ കുറിച്ചും പറഞ്ഞിട്ടുള്ള A greater than or equal to 0 and B greater than or equal to 0. അപ്പൊ എയിൽ നമ്മൾ തുടങ്ങുക A greater than or equal to 0 എന്നുള്ളത് either greater than 0 or equal to 0 ആണ്. അപ്പൊ രണ്ട് കേസ് ആയിട്ട് എടുക്കുക. A strictly greater than 0 and A equal to 0. അപ്പൊ A equal to 0 കേസ് ആദ്യം നമ്മൾ പറയാം. A equal to 0 ആണെങ്കിൽ നമുക്ക് പറയേണ്ടത് A less than B ശരിയാണെങ്കിൽ A square less than B square ശരിയാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ A less than B എന്നുള്ളത് എന്തായി മാറും? A എന്നുള്ളത് 0 ആകുമ്പോൾ 0 less than B. 0 less than B എന്ന് പറഞ്ഞാൽ തിരിച്ചു വായിച്ചാൽ എന്തായി? B greater than 0. B greater than 0 implies B square greater than 0. കാരണം B positive means B square positive. എന്തായാലും B square positive ആണ് അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു.
ഇനി ഇവിടെ നമുക്ക് കിട്ടേണ്ട a square less than b square എന്നാണ്. നമുക്ക് a square less than b square എന്നാണ്. What is a square? A square is a is 0, therefore a square equal to 0. So this can be written as b square greater than a square. That implies a square less than b square. So a less than b implies 0 less than b implies a square less than b square. Therefore a less than b implies a square less than b square. This is true when a equal to 0 എന്നുള്ള ഒരൊറ്റ കേസിലാണ് നമ്മൾ പറയുന്നത്. ഇനി a square less than b square implies a less than b കിട്ടും നോക്കാം. a square less than b square implies a ന്റെ വാല്യൂ 0 ആയതുകൊണ്ട് 0 less than b square. That implies b square is positive. B square is positive means b into b is positive. ഈ കേസിലെ either b is positive or b is negative. കാരണം രണ്ട് നമ്പറിന്റെ പ്രൊഡക്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ ഒന്നുകിൽ രണ്ട് നമ്പറും പോസിറ്റീവ് ആവണം, അല്ലെങ്കിൽ രണ്ട് നമ്പറും നെഗറ്റീവ് ആണ്. ഇവിടെ രണ്ടാളും ഒന്ന് തന്നെയാണ്. അപ്പൊ ബി പോസിറ്റീവ് ആവണം അല്ലെങ്കിൽ ബി നെഗറ്റീവ് ആണ്. അപ്പൊ അവിടെ ഒരു ചോദ്യം, ബി നെഗറ്റീവ് ആവുമെന്നാണ്. ബി ഒരിക്കലും നെഗറ്റീവ് ആവില്ല. കാരണം ക്വസ്റ്റ്യനിലേക്ക് വരാം, ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് ബി ഒരിക്കലും എന്താവില്ല, നെഗറ്റീവ് ആവില്ല. സോ this implies b greater than 0 since b greater than or equal to 0. B either greater than or equal to 0. So b cannot be negative. B cannot be negative. So b positive. So that implies b greater than a or a less than b. So a square less than b square implies a less than b. Therefore, ഇതാണ് നമ്മളിപ്പോ പ്രൂവ് ചെയ്തതാണ്. a less than b if and only if അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാണ്. a square less than b square when a equal to 0. When a equal to 0. ഇത് ശരിയാണ്. നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇത് ശരിയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് അവിടെ കണ്ടീഷൻ കൊടുക്കണല്ലേ? ഇത് കേസ് 1ലാണ്. a equal to 0 എന്നുള്ള ഒറ്റ കേസിലാണ്. രണ്ട് കേസ് a greater than or equal to 0 ആണല്ലോ. a greater than or equal to 0 ആയതുകൊണ്ട് a നെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. a 0 strictly greater than 0. കാരണം ട്രൈക്കോട്ടമി പ്രോപ്പർട്ടി പ്രകാരം a greater than or equal to 0 ആവാൻ കഴിയില്ല. a ക്ക് ഒന്നുകിൽ 0 ആവാനേ കഴിയുള്ളൂ, അല്ലെങ്കിൽ പോസിറ്റീവ് ആവാനേ കഴിയുള്ളൂ. രണ്ടും കൂടെ ഒന്നിച്ചാവാൻ കഴിയില്ലല്ലോ. അപ്പൊ ആ രണ്ട് കേസ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ a 0 ആകുമ്പോൾ റിസൾട്ട് ട്രൂ ആണ്. ഇനി കേസ് 2 a is strictly positive. a is strictly positive. നോക്കാം അവിടെ എങ്ങനെ വരിക നോക്കാം. ഇവിടെ എന്താണ് വരിക നോക്കാം. a is strictly positive. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് a less than b ആണെങ്കിൽ എന്താണ്, a less than b implies a square less than b square. അപ്പോ suppose a less than b, we have to prove that a square less than b square. അല്ലെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് b square minus a square greater than 0 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, അല്ലെ? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് a square, we shall prove എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? a square less than b square എന്ന് പറഞ്ഞാല് b square minus a square പോസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. Now what is b square minus a square? What is b square minus a square? b square minus a square equal to b minus a into b plus a. What about b minus a? b minus a since a less than b
minus a is strictly positive, right? ഇനി a and b are positive കാരണം a less than b, a-നെക്കാളും വലുതാണ് b. a പോസിറ്റീവ് ആണെന്ന്, a പോസിറ്റീവ് ആണ്, a പോസിറ്റീവ് ആണ്, a-നെക്കാളും വലുതാണ് b, അപ്പൊ b യും പോസിറ്റീവ് ആണ്, ഈക്വൽ ടു 0 എന്ന കേസ് വരില്ല. ഇനി what about a into b, sorry, what is a b plus a? അപ്പൊ രണ്ട് പോസിറ്റീവ് നമ്പറിന്റെ സമ്മ പോസിറ്റീവ് ആണ്, രണ്ടും ബിലോങ്സ് ടു പി ആണ്, a belongs to p, b belongs to p, അപ്പൊ ഇതിന്റെ സമ്മം എന്താണ്? പോസിറ്റീവ് ആണ്. Now ഇവിടേക്ക് നോക്കുക, a less than b ആയതുകൊണ്ട് ഇത് പോസിറ്റീവ് ആണ്, എയും ബിയും പോസിറ്റീവ് ആയതുകൊണ്ട് ഇത് പോസിറ്റീവ് ആണ്. അത് രണ്ട് കാരണത്താലാണ് പോസിറ്റീവ് ആണ്. രണ്ട് പോസിറ്റീവ് നമ്പറിന്റെ സമ്മ പോസിറ്റീവ് ആണ്, രണ്ട് പോസിറ്റീവ് നമ്പറിന്റെ ഡിഫറൻസ് പോസിറ്റീവ് അല്ല. പക്ഷെ ഇവിടെ a less than b ആയതുകൊണ്ടാണ് ആദ്യത്തെ പോസിറ്റീവ്. ഇനി നോക്കുക, b square minus, so a less than b implies, a less than b implies, so b square minus a square equal to b minus a into b plus a, which is strictly greater than 0. കാരണം ആദ്യത്തെ പോസിറ്റീവ് ആണ്, രണ്ടാമത്തെ പോസിറ്റീവ് ആണ്, രണ്ട് പോസിറ്റീവ്. if a greater than 0, b greater than 0, a into b greater than 0. ഇതും പോസിറ്റീവ് ആയതുകൊണ്ട് എന്റെ പ്രോഡക്റ്റ് പോസിറ്റീവ് ആണ്. That is b square greater than a square. That implies a square less than, അപ്പൊ a less than b implies നമുക്ക് കിട്ടി a less than b ആണെങ്കിൽ a square less than b square നമുക്ക് കിട്ടും. ഇനി റിവേഴ്സ് നോക്കട്ടോ, അതിനും ഇത് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കണേ. ഇനി നമുക്ക് എന്താണ് ഇപ്പൊ വേണ്ടത്? ബി സ്ക്വയർ ലെസ് ദാൻ എ സ്ക്വയർ ആണെങ്കിൽ, സോറി, എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ ആണെങ്കിൽ എ ലെസ് ദാൻ ബി എന്നാണ് നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. Suppose a square less than b square, then b square minus a square is strictly positive. Now what about b square minus a square? B square minus a square equal to again b minus a into b plus a. Okay. Yes. B square minus a square പോസിറ്റീവ് ആണ്, b square minus a square പോസിറ്റീവ് ആണ്, b plus a പോസിറ്റീവ് ആണ്. കാരണം b plus a ഒരിക്കലും നെഗറ്റീവ് ആവാൻ കഴിയില്ല, കാരണം b യും a യും, സിൻസ് a and b are non negative, b plus a cannot be negative. So ഇത് പോസിറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ നോക്കുക, LHS is positive, b square minus a square is positive, means this product is either both of these are positive or both of these are negative. അപ്പൊ ഇത് പോസിറ്റീവ് ആണ്, കാരണം എന്താണ്? ക്വസ്റ്റ്യന്റെ തുടക്കത്തിൽ തന്നെ പറയണ്ടേ a and b are not negative, a greater than or equal to 0, b greater than or equal to 0. Therefore b plus a is positive. b plus a പോസിറ്റീവ് ആയതുകൊണ്ട് b minus a എന്താവാനേ പറ്റുള്ളൂ? പോസിറ്റീവ് ആണ്. Well, since b square minus a square is positive and b plus a is positive, b minus a must be positive. B minus a must be positive. Therefore b minus a is strictly greater than 0 or a less than b. That implies a square less than b square implies a less than b. Therefore a less than b, if and only if a square less than b square
This is true for if a, therefore if a greater than or equal to 0, b greater than or equal to 0, a less than b, if and only if a square less than b square. എല്ലാ കേസിലും നമ്മൾ ഇതിന്റെ റിസൾട്ട് പറഞ്ഞു. പ്രൂഫിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? രണ്ട് ഭാഗം പ്രൂവ് ചെയ്യാനും നമ്മൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയറിന്റെ സിംപ്ലിഫിക്കേഷൻ ഉപയോഗിക്കണം. ആദ്യം പറഞ്ഞത് എ ലെസ് ദാൻ ബി ആണെങ്കിൽ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ പോസിറ്റീവ് ആണെന്നാണ് ആദ്യം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോ ബി മൈനസ് എ പോസിറ്റീവ് ആണ്, ബി പ്ലസ് എ എന്തായാലും പോസിറ്റീവ് ആണ്. അപ്പോൾ രണ്ട് നമ്പറിന്റെ പ്രൊഡക്റ്റ് പോസിറ്റീവ് ആയതുകൊണ്ട് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ പോസിറ്റീവ് ആണ്, എ സ്ക്വയർ ബി സ്ക്വയർ ആണ്. രണ്ടാമത് അഗൈൻ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബി മൈനസ് എ ബി പ്ലസ് എ, ബി പ്ലസ് എ പോസിറ്റീവ് ആണ്, ഇതും പോസിറ്റീവ് ആണ്. അപ്പൊ ഈ രണ്ട് പ്രൊഡക്റ്റ്, രണ്ട് നമ്പറിന്റെ പ്രൊഡക്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ ആ കമ്പോണന്റ് ഒന്നുകിൽ രണ്ടും പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആണ്. അപ്പൊ ഇതിൽ ഒന്ന് പോസിറ്റീവ് ആയതുകൊണ്ട് രണ്ടാമത്തേന് പോസിറ്റീവ് ആവാനേ പറ്റുള്ളൂ. അത് വെച്ചിട്ടാണ് നമ്മൾ ബി മൈനസ് എ പോസിറ്റീവ് ആണെന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് കിട്ടിയത് എ ലെസ് ദാൻ ബി implies a square less than b square. Now if a and b are non-negative, root a and root b are non-negative. If a and b are non-negative, root a and root b are non-negative. അപ്പോ നമ്മള് ശരിക്കും റൂട്ട് എന്ന് പറഞ്ഞാല് നമ്മള് 4ന്റെ റൂട്ട് എത്രയാണ്? പ്ലസ് ഓർ മൈനസ് 2 എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ നമ്മളങ്ങനെ ശരിക്കും പ്ലസ് ഓർ മൈനസ് root 4 ആണ്. root 4 is always 2 അങ്ങനെയാണ് പറയാം. അപ്പോ അങ്ങനെ ഓർത്താൽ നോൺ നെഗറ്റീവ് റിയൽ റൂട്ട് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്. പിന്നെ എ ആൻഡ് ബി ആർ പോസിറ്റീവ്, എ ആൻഡ് ബി ആർ നോൺ നെഗറ്റീവ്. അപ്പൊ റൂട്ട് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, റൂട്ട് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് ഈ ഇക്വേഷൻ, ഈ റിസൾട്ട് റൂട്ട് എക്കും റൂട്ട് ബിക്കും പകരം ശരിയാവും. എയും ബിയും ഏത് രണ്ട് റിയൽ നമ്പറുകളാണെങ്കിലും എ ലെസ് ദാൻ ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തത് നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സിന്. ഇനി എക്കും ബിക്കും പകരം റൂട്ട് എയും റൂട്ട് ബി എടുത്താലോ? എക്കും ബിക്കും പകരം റൂട്ട് എയും റൂട്ട് ബി എടുത്താലോ? എക്ക് പകരം റൂട്ട് എ കൊടുക്കുക, ബിക്ക് പകരം റൂട്ട് ബി കൊടുക്കുക. അപ്പൊ ഈ ഇനീക്വാലിറ്റി എന്തായി മാറും? root a less than root b if and only root a square less than root b square. This a less than, therefore we can write for a greater than or equal to 0, b greater than or equal to 0, all these inequalities implies each other. Therefore a less than b if and only if a square less than b square, if and only if a less than root b. This proof is important. Note ചെയ്ത് വെക്കണം. നോട്ട്സ് ഞാൻ ഇത് തരാമെന്ന് പറഞ്ഞു. നോട്ട്സ് കഴിഞ്ഞ തന്ന ആളോടൊക്കെ ചോദിക്കാം. അയാൾ 3 മൊഡ്യൂൾ ഷെയർ ചെയ്ത് ബാക്കി ഷെയർ ചെയ്തപ്പോൾ പറഞ്ഞതാണ്. ഇന്ന് സബ്മിറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ ഇത് ഈ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ളതാണ്. ഒന്ന് എഴുതി പഠിക്കുക. കാരണം വായിച്ചാലോ നോക്കിയാലോ വീഡിയോ കണ്ടാലൊന്നും മാത്സ് പഠിക്കുക. മാത്സ് പഠിക്കണമെങ്കിൽ എഴുതി തന്നെ പഠിക്കണം. ഓക്കെ, ഇപ്പോ സമയം കുറെ അങ്ങായി തോന്നുന്നു. നമുക്ക് ബാക്കി അടുത്തൊരു റിസൾട്ട് ഇവിടെ ഉണ്ട്. എട്ട് മിനിറ്റ് കൂടി ഉള്ളു ബാക്കി. അടുത്ത എം ജി എം ഇനീക്വാലിറ്റി കേട്ടിട്ടുണ്ടോ? എം ജി എം ഇനീക്വാലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സിൽ എവിടെയും കേട്ടിട്ടുണ്ടാവല്ലോ. അരിത്മെറ്റിക് മീൻ ആണോ ജോമെട്രിക്? ഒരു കുറച്ച് നമ്പേഴ്സ് എടുത്താലേ അതിന്റെ അരിത്മെറ്റിക് മീൻ ആണ്, അല്ലെങ്കിൽ രണ്ട് നമ്പർ എടുത്താൽ അതിന്റെ അരിത്മെറ്റിക് മീൻ ആണോ ജോമെട്രിക് മീൻ ആണോ വലുത്? എത്ര നമ്പർ എടുത്താലും ശരിയാണ്. രണ്ട് എ എന്നുള്ള എയും എ ബി എന്നുള്ള രണ്ട് റിയൽ നമ്പറുകളാണ്. ബട്ട് ഈസ് വെറും റിയൽ നമ്പർ അല്ല, നോൺ നെഗറ്റീവ് ആണ്. കാരണം ജോമെട്രിക് മീനിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ നമുക്ക് റൂട്ട് എടുക്കണം, പ്രൊഡക്റ്റ് എടുക്കണം.
non-negative ആയിട്ട് എടുക്കുകയാണ് നല്ലത്. If A and B are positive real numbers, if A and B are positive real numbers, A D B D arithmetic mean vira A plus B by 2. Geometric mean vira root AB. ഇതിൽ ഏതാണ് വലുത്? ഇതിൽ എപ്പോഴും അരിത്മെറ്റിക് മീൻ ആയിരിക്കും ജോമെട്രിക് മീനേക്കാളും വലുത്. ഇത് രണ്ട് ഈക്വൽ ആവും. എക്ക് വരം ബി കൊടുത്തു നോക്കൂ, ബിക്ക് വരെ എ കൊടുത്തു നോക്കൂ. എ പ്ലസ് എ ബൈ 2 ആവുന്നത്. എ പ്ലസ് എ ബൈ 2, എ പ്ലസ് എ ബൈ 2 എന്നാണ് വരിക, എ തന്നെയാണ് വരിക. റൂട്ട് ഓഫ് എ ടു എ എന്നാണ് വരിക. സോ ദ ഇക്വാലിറ്റി occurs am equal to gm if and only if a equal to b, and in all other cases arithmetic mean is greater than or equal to geometric mean. This is called arithmetic geometric mean inequality. ഇത്രേ ഉള്ളൂ നമ്മുടെ പ്രോബ്ലം. ഇത്രേ ഉള്ളൂ. നമ്മളിത് ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആവണില്ല, അങ്ങനെയാണ് പറയണേ. നമ്മൾ അരിത്മെറ്റിക് മീൻ ജിയോമെട്രിക് മീനിലെ ടേം ഉപയോഗിക്കാതെ ഇങ്ങനെയാണ്. If A and B are two positive real numbers, then root AB less than or equal to half into A plus B. Geometric mean less than or equal to arithmetic mean. With equality occurs if and only if A equal to. അത് വളരെ പെട്ടെന്നൊന്ന് പറയാം. ഇതുകൂടി പറഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ ഇത് അവസാനിപ്പിച്ചു. അപ്പോ നമ്മള് A and B are non-negative means root A and root B are non-negative. Root A greater than 0, root B greater than 0. Now, what about root A minus root B? Root A minus root B, root A minus root B negative ആകാം പോസിറ്റീവ് ആകാം. പക്ഷേ root A minus root B whole square, this is strictly positive. Root A കാരണം A is a non, എന്താ പറയാ, A is any real number, A non zero ആണെങ്കിൽ തന്നെ A square പോസിറ്റീവ് ആണ് നമ്മുടെ പ്രൂഫ് ഉണ്ട്. സ്ക്വയർ ഓഫ് എനി ഇന്റിജർ is strictly positive. അല്ലെങ്കിൽ ഇത് A not equal to B ഇതിലെ കേസിലാണ് നമ്മൾ എടുക്കുന്നത്. A not equal to B കൂടി A B ഈക്വൽ ആണെങ്കിൽ ഇത് 0 ആവാൻ സാധ്യതയുണ്ട്. A not equal to B ആണെങ്കിൽ root A minus root B whole square is greater than 0. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇത് സിംപ്ലിഫൈ ചെയ്താൽ A square ഫസ്റ്റ് ടേം സ്ക്വയർ പ്ലസ് ഫസ്റ്റ് ടേം സ്ക്വയർ പ്ലസ് സെക്കൻഡ് ടേം സ്ക്വയർ പ്ലസ് മൈനസ് 2 into root A into root B greater than 0 എന്നിട്ട് ഇത് അങ്ങോട്ട് എടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ഇനീക്വാലിറ്റി കിട്ടും. ഇനി if A equal to B ആവുമ്പോൾ എന്താണ് വരിക? If A equal to B ആവുമ്പോൾ എന്താണ് വരിക? നമുക്ക് ഇതിന്റെ ഈ പ്രൂഫ് വളരെ സ്ട്രൈറ്റ് ആണ്. നമുക്ക് അടുത്ത പ്രൂവ് ചെയ്യേണ്ട വെച്ചാൽ ഇത് രണ്ടും ഈക്വൽ ആവും A equal to B ആവുമ്പോൾ. അപ്പോൾ if A equal to B this holds, and if A equal to B, if A equal to B root of AB equal to A equal to half into A plus B അല്ലേ? എന്നാൽ ഇതും A തന്നെ ആവും, B A equal to B ആവുമ്പോൾ. അപ്പൊ ഒരു ഭാഗം ഓക്കെ ആണ്. രണ്ടാമത് ഇതിന്റെ കോൺവേഴ്സ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യാണ്ടാവുക. root AB equal to half into A plus B ആണെങ്കിൽ A equal to B എന്ന് തിരിച്ച് പ്രൂവ് ചെയ്യണം. ഇത് ശരിയാണെങ്കിൽ A equal to B ആണെങ്കിൽ ഈ രണ്ട് ഇനീക്വാലിറ്റിയും ഈ രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിന്റെ പുറമെ ഈ രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ A equal to B എന്നുള്ള തിരിച്ച് പ്രൂവ് ചെയ്യണം. അതും എളുപ്പമാണ്. കാരണം
ഇത് സ്ക്വയർ ചെയ്ത് എന്താ വരിക? സ്ക്വയർ ചെയ്ത AB ഈക്വൽ ടു 1/4 into A plus B whole square. രണ്ട് ഭാഗം സ്ക്വയർ ചെയ്താൽ, കാരണം A equal to B ആണെങ്കിൽ A square equal to B square എന്നുള്ള റിസൾട്ട് ഉപയോഗിച്ചാൽ മതി. ഇത് ആ 4 അങ്ങോട്ട് കൊണ്ടുപോവാ. 4AB equal to A plus B whole square. നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ആൻസർ കിട്ടാൻ നോക്കാം. A equal to B എന്ന് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. equal to B square അല്ല equal to B തിരിച്ചു കിട്ടുന്നുണ്ടോ നോക്കുക.